ഞാൻ സ്വാലി വളാഞ്ചേരിയാണ്. നമ്മളെ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇക്കാക്കൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പം അതിന് വേണ്ടി പോവുകയാണ് ഇക്ക. ഞാൻ പോണില്ല, ഞാനും പോണില്ല കേട്ടോ. ഇക്ക മാത്രമേ പോകണുള്ളൂ. ഒരു വീടില്ലാത്തവർക്ക് വീട് വെച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പം അതിൻ്റെ താക്കോൽദാന ചടങ്ങിലാണ് കേട്ടോ ഇക്ക പോണത്. അപ്പം ഇക്കാനൊന്ന് ഒരുക്കി കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ഇക്കാനെ ഒരുക്കാൻ പോവാണ്. അപ്പം അതും ഇവിടെ കഴിഞ്ഞിട്ട് ഞാൻ ഇക്കാനെ പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അസ്സലാമു അലൈക്കും. നമ്മൾ വേങ്ങര സൗത്ത് കുറ്റൂരുള്ള കിതുമ ചാരിറ്റി ട്രസ്റ്റിൻ്റെ കീഴിൽ പാവപ്പെട്ട ഒരു കുടുംബത്തിന് വീട് ഉണ്ടാക്കി കൊടുക്കുക, അതിൻ്റെ താക്കോൽദാന ചടങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. മാഷാ അല്ലാഹ്, ഉണ്ണിയും കിട്ടുന്ന ഒരു പരിപാടിയാണത്. അപ്പോൾ ആ പരിപാടിയിൽ ഞാനും എത്തിച്ചേർന്നിട്ടുണ്ട്, മുഖ്യ അതിഥിയായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ഉസ്താദാണ് വീടിൻ്റെ ഉദ്ഘാടനം ചാവി കൊടുക്കണ പരിപാടി നിർവഹിക്കണത്. എന്തായാലും നമുക്ക് ആ പരിപാടിക്കൊന്ന്, ഈ മഹത്തായ പരിപാടിയിലൊന്ന് കടക്കാം. നമുക്ക് ചാവി കൊടുക്കണ പരിപാടിക്കൊന്ന് കാണാം. ആമീൻ. 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 പ്രയാസങ്ങളെല്ലാം അല്ലാഹു ദൂരീകരിക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹു ശിഫയാക്കുമാറാകട്ടെ. ആമീൻ. രോഗികൾക്ക് അല്ലാഹു തആല സമ്പൂർണ്ണ ശിഫാ നൽകുമാറാകട്ടെ. ആമീൻ. എല്ലാവിധ ആഫത്ത് ബലാ മുസീബത്തിൽ നിന്ന് ഈ വീട്ടുകാരെയും നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹു തആല ഈ വീട് നിർമ്മിക്കാൻ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത പ്രവർത്തകരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ആമീൻ. മരണപ്പെട്ടവർക്കെല്ലാം, അതേപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ട ഒരുപാട് ആളുകൾ, എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ആമീൻ. അവർക്കും നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ. ഹംദൻ. അപ്പോൾ ഇതാ താക്കോൽദാന ചടങ്ങൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ദുആ ഒക്കെ ഉണ്ടായിരുന്നു. ദുആ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പോൾ അതാ എല്ലാവരും ചായ കുടിക്കണം കേട്ടോ. എല്ലാവരും ചായ കുടിക്കണ തിരക്കിലായിരുന്നു. ആ നാട്ടിലൊരു സൗഹാർദ്ദ കൂട്ടായ്മേൻ്റെ കീഴിലാണ് കേട്ടോ അങ്ങനെ ഒരു സംഭവം. അപ്പോൾ നല്ലൊരു വീട് തന്നെ ആയിരുന്നു. 2 ബെഡ്റൂം, അതുപോലെ തന്നെ ഡൈനിങ് ഹാള്, സിറ്റ് ഔട്ട്, കിച്ചണ്, ബാത്റൂമൊക്കെ ഉള്ള അത്യാവശ്യം സൗകര്യമുള്ളൊരു വീട് തന്നെയാണ് കേട്ടോ. എന്തായാലും അള്ളാഹു ഇവർക്ക് എല്ലാവിധ വർക്കത്തും കാര്യങ്ങളും നൽകട്ടെ. കാരണം ഇത്രക്കും നല്ലൊരു വീട് ഇവർ സഹായത്തോടു കൂടെ പാവപ്പെട്ട ഒരു കുടുംബത്തേക്ക് നൽകാൻ കഴിഞ്ഞതിന് തന്നെ ഒരുപാട് പുണ്യമുള്ള കാര്യമാണ്. അൽഹംദുലില്ലാ, നമ്മളിപ്പോൾ ഹൗസിൻ്റെ താക്കോൽദാന ചടങ്ങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. കിതുമ ചാരിറ്റി ട്രസ്റ്റിൻ്റെ ഭാരവാഹികളുടെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ സെക്രട്ടറി, കിതുമയുടെ സെക്രട്ടറി നമ്മൾ ഗഫൂർക്കാണ് അടുത്തുള്ളത്. അപ്പോൾ ഗഫൂർക്ക നിങ്ങൾ സംസാരിക്കും. അസ്സലാമു അലൈക്കും. കിതുമ ചാരിറ്റബിൾ ട്രസ്റ്റ് സൗത്ത് കുറ്റൂർ എന്ന ജീവകാരുണ്യ പ്രവർത്തന സംഘടനയാണ്. കുറ്റൂർ സൗത്ത് ഏരിയയിൽ, വേങ്ങര കുറ്റൂർ സൗത്ത് ഏരിയകളിൽ ഒരു 6ഓളം പ്രദേശങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് കിതുമ ചാരിറ്റബിൾ ട്രസ്റ്റ് സൗത്ത് കുറ്റൂർ. 2 വർഷക്കാലമായി, ഏകദേശം 2 വർഷക്കാലമായി ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഞങ്ങൾ പാവപ്പെട്ട രോഗികളെ സഹായിക്കൽ, അതുപോലെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കൽ, വീട് റിപ്പയർ ചെയ്ത് കൊടുക്കൽ, അതുപോലെ പല സാമൂഹ്യ പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ ഈ കോവിഡ് കാലത്ത് ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ നല്ല വലിയ രീതിയിലുള്ള കിറ്റുകൾ വിതരണം ചെയ്ത് ഈ വീടുകൾ പ്രദേശങ്ങളിലൊക്കെ ഞങ്ങൾ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്.
അന്ന് ഞങ്ങൾ അതുപോലെ തന്നെ കോവിഡ് ഈ കൊറോണൻ്റെ ഭാഗമായിട്ട് വീടുകളിലൊക്കെ ഈ ആളുകൾക്ക് രജിസ്ട്രേഷൻ ഈ വാക്സിനേഷന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ഈ വീടുകളിലൊക്കെ ഞങ്ങളന്ന് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞങ്ങൾ ആ കോവിഡ് സമയത്ത് തന്നെ ഈ കൃഷിക്കാരെ സഹായിക്കുന്ന പദ്ധതികൾ കൊണ്ടുവന്ന് കപ്പ കർഷകരെയും മറ്റ് കർഷകരെയും ഒക്കെ സഹായിക്കാൻ വേണ്ടിയുള്ള സാമ്പത്തികവുമായ സഹായങ്ങളും കാർഷികമായ സഹായ സഹകരണങ്ങളും ഒക്കെ ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ രോഗികളെ സഹായിക്കുന്നുണ്ട്. പിന്നെ കിതിമയുടെ പ്രസിഡന്റ് മല അലവി ഹാജി അനേകം വർഷങ്ങളായി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഉള്ള ആളാണ്. അദ്ദേഹം ഇപ്പോഴാണ് ഒരു ജീവകാരുണ്യ പ്രവർത്തന സംഘടനയുടെ പ്രസിഡൻ്റായി, കിതിമ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സംഘടന പ്രസിഡൻ്റായി ഇപ്പോഴാണ് രംഗത്ത് വന്നത്. അതുപോലെ ഞങ്ങൾ ഈ ഏരിയകളിലൊക്കെ വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇതിനു മുമ്പ് ഒരുപാട് വീടുകളും കാര്യങ്ങളും സഹായങ്ങളുമൊക്കെ ഒരാളുകളും അറിയാതെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ പ്രവർത്തനം പോരാ. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു വലിയ രീതിയിലൊരു സംഘടനാ പ്രവർത്തനം വേണം എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യപ്രകാരം കൂടി ഞങ്ങളെല്ലാം ഈ നാട്ടിലുള്ള കിതിമ കുറ്റൂർ പ്രദേശത്തുള്ള കാരണവന്മാരും ചെറുപ്പക്കാരും അടങ്ങിയ ഒരു വലിയൊരു സംഘടനാ രൂപത്തിലേക്ക് ഞങ്ങളൊരു ചെറിയ സംഘടനാ രൂപത്തിലേക്ക് വരികയും ആ സംഘടിതമായ ഒരു പ്രവർത്തനം ശൈലിയിലൂടെ ഞങ്ങൾ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഞങ്ങൾ ചേർന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ അവസാനമായി ചെയ്ത ഈ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ വീട് ഞങ്ങളൊരു ഏകദേശം ഒരു വർഷത്തിലധികമായി ഈ പ്രവർത്തന രംഗത്തും വേറൊരു വീടും ഇതുപോലെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീട് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ പൂർണ്ണമായി പൂർത്തിയായി. ഇന്ന് നമ്മൾ അതിൻ്റെ താക്കോൽ ദാന ചടങ്ങാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇനി ഒരു വീടിൻ്റെ വർക്ക് ഏകദേശം ഞങ്ങൾ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞ് തേപ്പ് കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇനി അതിൻ്റെ വർക്കുകൾ ഞങ്ങളിത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വർക്കുകളിലേക്ക് കടക്കുകയാണ്. അതുകൂടാതെ ഞങ്ങൾ രോഗികളെ സഹായിക്കൽ, കിഡ്നി രോഗികളെ സഹായിക്കൽ, അതുപോലെ ആംബുലൻസ്, പിന്നെ മറ്റ് രോഗികൾക്കുള്ള പിന്നെ മറ്റ് സേവനങ്ങൾ, പിന്നെ വീൽ ചെയർ, പിന്നെ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, ബെഡുകൾ, പിന്നെ ഓക്സിജൻ സിലിണ്ടർ, അതുപോലുള്ള എല്ലാ ഈ മേഖലകളിലുള്ള എല്ലാ അശരണരായ ആളുകളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സഹായിക്കുക എന്ന ഒരു കർത്തവ്യം ഞങ്ങൾ നിർവഹിക്കുന്നുണ്ട്. പിന്നെ ഈ സംഘടനയുടെ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഇവിടെ പിന്നെ ഈ നമ്മുടെ ഈ വീട് താക്കോൽ ദാന ചടങ്ങിൽ കൂടിയ എല്ലാ ആളുകൾക്കും വ്യക്തികൾക്കും എല്ലാവർക്കും ഈ സംഘടനയുടെ പേരിൽ നന്ദി ആശംസിക്കുകയാണ്. പ്രസിഡന്റ് മലയിൽ ഹാജിയരൊന്ന് പരിചയപ്പെടാം, അവരുടെ വിശദാംശങ്ങളിലേക്കൊന്ന് കടക്കാം. അസ്സലാമു അലൈക്കും. ഞാൻ കിദ്മ ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റാണ്. അത് മാത്രമല്ല, ഈ കിദ്മ ട്രസ്റ്റ് ഒരു 2 കൊല്ലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട നമ്മളെ കണ്ണാട്ടിപ്പടി ഖത്തീബ് അവர்களுം സഹാബ് അവറുകൾ, ബാക്കി എൻ്റെ സഹപ്രവർത്തകരായവരും എൻ്റെ നാട്ടുകാരും, അതുകൂടാതെ ഉണ്ട് പല വിശിഷ്ടാതികളും ഇവിടെ വന്നിട്ടുണ്ട്. സാലിഹിൻ്റെ കൂടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ വീട് ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അതായത് താക്കോൽ ദാനമാണ് ഇവിടെ നടക്കുന്നത്. ഇത് തുടങ്ങിയിട്ട് 1 കൊല്ലമായി. ഈ 1 കൊല്ലത്തിൻ്റെ ഇടയിൽ പിന്നെ പല വിഷയങ്ങൾ വന്ന കാരണം വെള്ളമില്ലാതെയും വേറെല്ലാതെയും ഇവിടെ കറണ്ട് കിട്ടാതെയൊക്കെ സമയം വന്ന് കുറച്ച് സമയം വഴുകിപ്പോയി. പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 മാസം കൊണ്ട് ഇത് തീർക്കായിരുന്നു. റഫീഖ് എന്ന് പറഞ്ഞ കോൺട്രാക്ടറാണ് ഈ വീട് എടുത്തത്. അവൻ വളരെ പെട്ടെന്നത് കോൺട്രാക്റ്റ് ബാക്കിയുള്ള പണികൾ ടെച്ചർ എടുത്ത് കഴിഞ്ഞു. ബാക്കിയുള്ള പണികൾ ചെയ്യാനാണ് ഞങ്ങൾ താമസിച്ചത്. അതുകൊണ്ട് ഈ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 45 കൊല്ലമായിട്ട് ഞാൻ ഇതേമാതിരിയുള്ള കാരുണ്യ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് എവിടെ എത്തൂല എന്നുള്ള നിലക്കാണ് ഞങ്ങളൊരു കൂട്ടായ്മ വേണം എന്ന് പറഞ്ഞ് 2 കൊല്ലമായിട്ട് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കിയത്. ഈ ട്രസ്റ്റിൽ പലവരും വളരെ അങ്ങേയറ്റം അകമഴിഞ്ഞ് സഹായിച്ച ആൾക്കാരുണ്ട്. പലവരും സഹായിച്ചിട്ടുണ്ട്. പലവരും വളരെ ബുദ്ധിമുട്ട് സഹിച്ചിട്ടുണ്ട്. ഇവിടെ പല ഭാഗത്തുള്ള ജനങ്ങളും ഇതിലുണ്ട്. ഈ ട്രസ്റ്റിൽ പറ്റുള്ള എല്ലാ മെമ്പർമാർക്കും വളരെ അങ്ങേയറ്റം ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഇനിയും പല പദ്ധതികളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയുള്ള അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി ഒത്തൊരുമ കൂടെ അതായത് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ട ഒരു പാർട്ടിക്ക് നമ്മളൊരു ഇത് ചെയ്തു കൊടുക്കുന്ന അതിൻ്റെ ഒരു മനസ്സിൻ്റെ സന്തോഷം എത്രയാണെന്നുള്ളത് അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഒരു മനുഷ്യൻ്റെ അതായത് ഒരാൾക്കൊരു വീട് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന്, അതായത് പാവപ്പെട്ട ഒരു കുടുംബത്തിന് ഒരു വീട് എന്ന് പറഞ്ഞാൽ അത് വളരെ അങ്ങേയറ്റം ഒരു ഇതായ കാര്യങ്ങളാണ്. ഇത് 2 ചെറിയ കുട്ടികളാണ്. ആ കുട്ടികൾ ഒരു ദിവസം
എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് പറഞ്ഞിട്ട് അവൻ കരഞ്ഞു പോയി. ആ കുട്ടികൾ ആ കരഞ്ഞ സമയത്താണ് ഈ വീട് എൻ്റെ മനസ്സിൽ തോന്നിയത്. അങ്ങനെയാണ് ഞാൻ ഗഫൂറിനെ വിളിച്ച് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുക എന്നുള്ളത് ചെയ്തത്. അതുകൊണ്ട് അത് വളരെ ഭംഗിയായിട്ട് നാട്ടുകാർ മുഴുവനും വളരെ അങ്ങേയറ്റം ഇതിനു വേണ്ടി സഹായിച്ചു. പലവരും സഹായിച്ചിട്ടുണ്ട്. സഹായിച്ച ആൾക്കാർ എല്ലാവരും ഇവിടെ നന്ദി പറയുന്നു. അതുമാത്രമല്ല കിദ്മ ട്രസ്റ്റിൻ്റെ മെമ്പർമാരോടും കിദ്മയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഇനി വരാനിരിക്കുന്നവരോടും എൻ്റെ അകമഴിഞ്ഞ് നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകമൊന്നുമില്ല. അതുമാതിരി തന്നെ ഇപ്പോൾ ഞങ്ങൾ കാടപ്പടി എന്ന സ്ഥലത്ത് കാടപ്പറമ്പിൽ പിന്നെ മാനു എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിൽ തുർക്കമ്പീടിൻ്റെ അടുത്ത് മുസ്ലിം ലീഗിലുണ്ട് വളരെ കാലം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് മാനു എന്ന് പറഞ്ഞ ആൾക്ക് മുഹമ്മദ് നാസർ മുഹമ്മദ് എന്ന് പറഞ്ഞ ആളുടെ പേര് മാനു എന്ന ആളെ പേര്. അയാൾ പിന്നെ മരിച്ചുപോയി. അയാളെ വിധവയ്ക്ക് വേണ്ടി നമ്മളൊരു വീട് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വീടിൻ്റെ പണികൾ പകുതി കഴിഞ്ഞിരിക്കുന്നു. അതായത് അടിപ്പണിയും പൊളിയൊക്കെ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അത് ഉടനെ ചെയ്തു തീർക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിനെല്ലാവരും നിങ്ങളെല്ലാവരും അള്ളാഹിനോട് ദ്വാരക്കണം. ഞങ്ങളുടെ ആഫിയത്തിനും സുഖത്തിനും സൗഖ്യത്തിനും എല്ലാ കാര്യത്തിനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പള്ളിക്കത്തെ ഖത്തീബ് ഉസ്താദ് ഇതിൻ്റെ താക്കോൽദാന ചടങ്ങ് നിർവഹിച്ചത്. അപ്പോൾ എന്തായാലും ഉസ്താദ് നമ്മളോട് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, വളരെ സന്തോഷത്തിലുള്ളൊരു ഒരവസരത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു തആല സന്തോഷം നമുക്കെല്ലാവർക്കും നിലനിർത്തുമാറാകട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇർഹമു മൻ ഫിൽ അർദ് യർഹംകും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കാരുണ്യം ചെയ്യുവീൻ, എങ്കിൽ ആകാശത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കാരുണ്യം ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇങ്ങനത്തെ നല്ലൊരു പ്രവർത്തനം ഖിദ്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ നടത്തുമ്പോൾ നാം എല്ലാവരും വളരെ സന്തോഷിക്കുന്ന ഒരു വേളയിലാണ്. പ്രത്യേകിച്ചും ഈ വീട് ലഭിച്ച ആ വീട്ടുകാരുടെ സന്തോഷം എത്രത്തോളം ഉണ്ടാകും. അഫ്ളലുൽ അഅമാലി ഇദ്ഖാലു സുറൂരി അലാ ഖൽബിൽ മുഅ്മിനി, വിശ്വാസിയായ മുഅ്മിനായ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ സന്തോഷം സന്നിവേശിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല പ്രവർത്തനമാണ്, അമലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സത്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം വീടില്ലാത്തൊരവസ്ഥ നമ്മളൊക്കെ ആലോചിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമാണല്ലോ ഇല്ലാത്തൊരവസ്ഥയിൽ ഒരു വീടുണ്ടാവുക എന്നുള്ളത്. അല്ലാഹു തആല ഈ വീട്ടുകാരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ഇതിനു വേണ്ടി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഇതിൻ്റെ പ്രസിഡന്റ്, അതേപോലെ തന്നെ സഹായിച്ച പലരുമുണ്ട്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഖിദ്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തകർ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവരിവിടെ നടത്തുന്നുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാത്രവുമല്ല, ഒരു അടിമയെ തൻ്റെ സഹോദരനെ സഹായിക്കുമ്പോൾ വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. തൻ്റെ സഹോദരനെ ഒരു അടിമ സഹായിക്കുന്ന കാലത്തോളം അള്ളാഹു അവനെ സഹായിച്ചു കൊണ്ടിരിക്കും എന്നും ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഖിദ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് കാഴ്ചവെക്കുന്നത്. അല്ലാഹു തആല ഇനിയും ഒരുപാട് നല്ല നല്ല സേവനങ്ങൾ കാഴ്ചവെക്കാനും ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾക്കുമെല്ലാം അള്ളാഹു അവർക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാവിധ സംരംഭങ്ങളും വിജയത്തിലെത്തിക്കുമാറാകട്ടെ. അള്ളാഹു തആല ഇതിൻ്റെ എല്ലാം മിസ്ലി സവാബിനെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ എല്ലാവരുടെ ഹദ്റത്തിലേക്കും എത്തിക്കുമാറാകട്ടെ. അള്ളാഹു തആല അവൻ്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കിദ്മ ട്രസ്റ്റിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയ നിയാസ് വാഫിയാണ് അവരിപ്പോൾ നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ അവരൊന്ന് സംസാരിക്കും. ഞങ്ങൾ കിദ്മയുടെ പ്രവർത്തകർ വളരെയധികം സന്തോഷിക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. കിദ്മ എന്നുള്ളത് 2 വർഷം മുമ്പ് ഏകദേശം അനൗപചാരികമായി രൂപീകരിക്കപ്പെട്ട ഒരു ചാരിറ്റി സംഘടനയാണ്. കുറ്റൂർ ഹ്യൂമാനിറ്റേറിയൻ ഇനിഷ്യേറ്റീവ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് മാർജിനലൈസ്ഡ് എന്നുള്ളതിൻ്റെ അബ്രീവിയേറ്റഡ് രൂപമാണ് കിദ്മ. വളരെ അർത്ഥവത്തായിട്ടുള്ള ആ പദം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ
2 വർഷമായിട്ട് ഞങ്ങളിവിടെ സേവനത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഏതെല്ലാം മേഖലകളിലുണ്ടോ ആ മേഖലകളിലൊക്കെ കൈവച്ച് വളരെ ചെറിയ രൂപത്തിൽ, വളരെ പരിമിതമായ രൂപത്തിൽ സൗത്ത് കുറ്റൂർ എന്ന് പറയപ്പെടുന്ന ഈ പ്രദേശത്ത്, സൗത്ത് കുറ്റൂർ എന്ന് പറയപ്പെടുന്ന ഈ പ്രദേശത്ത്, അതായത് വേങ്ങര പഞ്ചായത്തിൻ്റെ 5, 6, 3, 4 വാർഡിൻ്റെ ഏകദേശം ഒരു പരിധി ഉൾക്കൊള്ളുന്ന മേഖലയിലാണ് ഞങ്ങളുടെ പ്രവർത്തന പരിധി. കണ്ണാട്ടിപ്പടി, പാക്കടപ്രായ, കുഴിച്ചന, ഗാന്ധിക്കുന്ന്, ഇരുകുളം, ജവാൻ കോളനി ഉൾപ്പെടുന്ന പ്രദേശമാണ്. വളരെ ചെറിയ പരിമിതമായ പ്രദേശമാണ് ഞങ്ങളുടെ പ്രവർത്തന പരിധി. ഈ ഒരു പ്രവർത്തന പരിധിയിൽ വളരെ കൃത്യമായി, വളരെ അടയാളപ്പെടുത്തുന്ന രൂപത്തിൽ ഈ 2 വർഷമായിട്ട് ഞങ്ങൾക്ക് പ്രവർത്തിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ 2 വർഷത്തിനിടയ്ക്ക് ഭാരിച്ച 2 പദ്ധതികളാണ് ഇപ്പോൾ കിദ്മയുടെ നേതൃത്വത്തിലുള്ള, മലാലവി ഹാജിയുടെ നേതൃത്വത്തിലുള്ള, പ്രിയപ്പെട്ട ഗഫൂർ ബാവാൻ്റെ നേതൃത്വത്തിലുള്ള ഈ കിദ്മയുടെ പ്രധാന കമ്മിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ഇപ്പോൾ ഞങ്ങളുടെ മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്ത പ്രിയപ്പെട്ട സോലിഹ് വളാഞ്ചേരിയുടെ കൂടെ ഞങ്ങൾ ഈ നാട്ടുകാർ, ഈ പറയപ്പെട്ട സൗത്ത് കുറ്റൂർ പ്രദേശത്തുള്ള കണ്ണാട്ടിപ്പടി, കുഴിച്ചന, ഇരുകുളം, പള്ളിപ്പാറ ഭാഗത്തുള്ള മുഴുവൻ പ്രവർത്തകരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇതൊരു ലളിതമായ ചടങ്ങിലാണ് ഞങ്ങൾ ഒതുക്കിയിട്ടുള്ളത്. ഒരു വലിയ മാമാങ്കം ഒരുപക്ഷെ ഞങ്ങൾക്ക് ഇതിൻ്റെ പേരിൽ നടത്താമായിരുന്നു. പക്ഷേ അതിനൊന്നും മുതിരാതെ ഒരു ലളിതമായ ചടങ്ങിൽ ഈ പരിപാടി ഞങ്ങൾ ഒതുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾക്ക് സാമ്പത്തികമായി ഇതിന് ഒരുപാട് ചെലവഴിക്കുക എന്നതിലപ്പുറത്ത് ഇനി വരുന്ന പരിപാടിയിലേക്ക് വേണ്ട രൂപത്തിൽ സാമ്പത്തികം സ്വരൂപിക്കുക എന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഉദ്ഘാടന പരിപാടി വളരെ ലളിതമായി നടത്താൻ കമ്മിറ്റി, മലാലവി ഹാജിയുടെ വീട്ടിൽ ചേർന്ന കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് മുന്നോട്ട് പോക്കിൽ കൃത്യമായിട്ടുള്ള അജണ്ടകളും കൃത്യമായിട്ടുള്ള ധാരണകളും ഉറച്ച ചില തീരുമാനങ്ങളുമുണ്ട്. 2 വർഷമായി ഞങ്ങൾ ഈ കിദ്മ സൗത്ത് കുറ്റൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ കണ്ണാട്ടിപ്പടി ആസ്ഥാനമായിട്ട് ഞങ്ങളുടെ സംഘടന പ്രവർത്തിച്ചു വരികയാണ്. ധാരാളം പ്രവർത്തനങ്ങൾ, കൃത്യമായ ബ്രോഷറും പ്രോസ്പെക്ടസും എല്ലാം ഞങ്ങൾക്ക് മുമ്പിലുണ്ട്. സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കോവിഡ് കാലത്ത്, പ്രളയകാലത്ത് ഒക്കെ ധാരാളം കാര്യങ്ങൾ, ധാരാളം പ്രവർത്തനങ്ങൾ, നാടിൻ്റെയും ഈ പ്രദേശത്തിൻ്റെയും ഒക്കെ പ്രശംസ പിടിച്ചു പറ്റുമാറുള്ള ധാരാളം പ്രവർത്തനങ്ങൾ കിദ്മക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും ഞങ്ങളുടെ മുമ്പിൽ ധാരാളം പ്രൊജക്റ്റുകളുണ്ട്. മലാലവി ഹാജി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുഴിച്ചന പ്രദേശത്ത്, വേങ്ങര പഞ്ചായത്തിൻ്റെ 3-ാം വാർഡിൻ്റെ കുഴിച്ചന ഭാഗത്ത് ഇതുപോലൊരു വീട് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങും വല്ലാതെ വൈകാതെ ഉണ്ടാകും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ബാക്ക് ബോൺ എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, കിദ്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഘടകം മലാലവി ഹാജി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഏകാംഗ പ്രവർത്തനം ഒരു സംഘടനാ രൂപത്തിലേക്ക് രൂപം പ്രാപിക്കുകയായിരുന്നു കിദ്മയിലൂടെ എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിൻ്റെ 45 വർഷമായിട്ടുള്ള ഏകാംഗ ചാരിറ്റി പ്രവർത്തനം കിദ്മയിലൂടെ ഒരു സംഘടനാ രൂപം പ്രാപിക്കുകയായിരുന്നു എന്ന് സൗകര്യത്തിന് വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാ പ്രവർത്തനങ്ങൾക്കും പൊതുജനങ്ങളുടെ ധാരാളം സഹായ സഹകരണങ്ങൾ ഈ വീടിൻ്റെ ബാക്കിൽ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് ധാരാളം സഹായിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നിലക്കുള്ള ഇപ്പോൾ സബാഹ് കുണ്ടുപുഴക്കൽ ഇവിടെ പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ പിന്തുണയും സപ്പോർട്ടും സാമ്പത്തിക സഹായവും ഉണ്ടായിട്ടുണ്ട്. പൊതുജനങ്ങളിൽ നിന്ന് പിരിവെടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി മലാലവി ഹാജിയുടെ ശക്തമായിട്ടുള്ള പിന്തുണയും ശക്തമായിട്ടുള്ള സഹകരണവും അദ്ദേഹത്തിൻ്റെ നേതൃത്വവുമാണ് കിദ്മക്ക് എന്ത് പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യം. അപ്പോൾ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സോലിഹ് വളാഞ്ചേരിയുടെ, ഞങ്ങളുടെ മുഖ്യാതിഥിയായിട്ട് ഈ വീട് കുടിയിരിക്കൽ ചടങ്ങിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട സോലിഹ് വളാഞ്ചേരിയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഏതായാലും ഞങ്ങളുടെ മുൻപോട്ടുള്ള പ്രവർത്തനങ്ങളിൽ, ഞങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങളിൽ ഇനിയും ധാരാളം കാര്യങ്ങൾ, ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ എന്നതിലപ്പുറത്തേക്ക് എല്ലാ ഓർഗനൈസേഷൻസും നടത്തുന്ന എല്ലാ പരിപാടികളും പ്ലാൻ ചെയ്ത് കൂടിയാലോചിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇനി ഞങ്ങളുടെ മുമ്പിലുള്ള ലക്ഷ്യം. ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന പരിപാടികൾ, ഒരു മതസംഘടന ചെയ്യുന്ന പരിപാടികൾ, ഒരു ക്ലബ്ബ് ചെയ്യുന്ന പരിപാടികൾ, ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ചെയ്യുന്ന പരിപാടികൾ എല്ലാം കൂടി സ്വാംശീകരിച്ച്, എല്ലാം കൂടി കൂടിയാലോചിച്ച്
എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്യുക എന്നുള്ളൊരു അജണ്ടയിലേക്കാണ് ഞങ്ങൾ ഈ 2 വർഷം പൂർത്തിയാക്കുമ്പോൾ 3ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഞങ്ങൾ ആലോചിച്ച് നടപ്പിലാക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം. കണ്ണാട്ടിപ്പടി ആസ്ഥാനമായിട്ട് ഞങ്ങൾക്കൊരു കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഓഫീസുണ്ട്. ഈ 4-5 യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് ധാരാളം പ്രവർത്തകരുണ്ട്. ഏത് സമയത്ത് വിളിച്ചാലും വരാൻ സാധിക്കുന്ന രൂപത്തിലുള്ള 200-250ഓളം പ്രവർത്തകർ കിദ്മയുടെ സജീവ പ്രവർത്തകരായിട്ട് ഈ 5 പ്രദേശങ്ങളിലായിട്ട് ഞങ്ങൾക്കുണ്ട്. ഇതെല്ലാം ഞങ്ങളുടെ പ്രധാനപ്പെട്ട കരുത്താണ്. ഞങ്ങളുടെ പവറും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജവും ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ തന്നെയാണ്. ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് വരും സമയങ്ങളിൽ ഞങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ദീനി രംഗത്തും സേവന രംഗത്തും സാമൂഹിക രംഗത്തും കൾച്ചറൽ രംഗത്തും എല്ലാം കൈവച്ചുകൊണ്ട് ആ മേഖലയിലെല്ലാം പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകലാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് മാത്രം പറഞ്ഞ് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. നമ്മളിതാ കിതുമ ചാരിറ്റി ട്രസ്റ്റിൻ്റെ വീട് നൽകിയ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവരെ ഈ കുടുംബത്തിനാണ് വീട് നൽകിയിട്ടുള്ളത്. അതായത് ഒരു ഉമ്മയും അവരെ മക്കളും, അവർക്ക് വേറെ ഒരു ഈ അമ്മയും 2 ആൺകുട്ടികളാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് വീട് വെക്കാനും പ്രയാസമുള്ളത് മനസ്സിലാക്കി മക്കളെ വിഷമങ്ങളും പ്രയാസങ്ങളും കണ്ട് ഇവരെ കരച്ചൊക്കെ മലയിൽ ആചാര്യാണ് നമുക്ക് ഇതിൽ ഇങ്ങനെ വീട് വെക്കാനുള്ളൊരു ആശയം നിങ്ങളൊക്കെ കൈമാറിയതില്ല. അപ്പോൾ ഈ ട്രസ്റ്റിനായിട്ട് കൈമാറിയത് അങ്ങനെ ഈ കൂട്ടായ്മ ഒരുമിച്ച് ഇവർക്കൊരു വീട് ഇന്നിവിടെ സഫലീകരിച്ചിട്ടുണ്ട്. അവരെ ആഗ്രഹം സാധിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എന്തായാലും മക്കളാണ് ഇപ്പോൾ ഇത്, നമ്മളെ താത്താൻ്റെ മക്കളാണ്. അപ്പോൾ താത്ത ഇതിൽ പങ്കെടുക്കാൻ താല്പര്യം ഇല്ലാണ്. കാരണം പല സ്ത്രീകൾക്കും മുഖം പുറത്ത് കാണിക്കാൻ വിഷമം ഉണ്ടാവും. നമ്മൾ ഇസ്ലാമിക രൂപത്തിൽ നടക്കുന്ന സ്ത്രീകളാകുമ്പോൾ മുഖം പുറത്ത് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളെ മക്കളെ ഇതിൽ നമുക്ക് പരിചയപ്പെടുത്താൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെ മക്കളാണ്. എന്താ പേരെന്താണ്? മുഹമ്മദ് അമീൻ. അപ്പോൾ ഇപ്പോൾ എന്താ പഠിക്കണത്? 10ാം ക്ലാസ്. എന്തായാലും നല്ലൊരു ഭവനമൊക്കെ കിട്ടി. 10ാം ക്ലാസ് പഠനം ഈ നല്ലൊരു വീട്ടിൽ നിന്ന് ആവട്ടെ. പരീക്ഷയൊക്കെ നല്ല വെളിച്ചത്തിൽ എഴുതി നല്ല ഉഷാറായി ഫുള്ള് A+ പാസ്സാവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ എൻ്റെ പേരെന്താണ്? മുഹമ്മദ് അബ്നാസ്. എന്താണ് പഠിക്കണത്? 6ല്. എന്തായാലും 2 പരിചയപ്പെട്ടു. ഇപ്പൊ നിങ്ങൾക്ക് വീട് കിട്ടിയൊക്കെ സന്തോഷമായിരുന്നു? ആദ്യം നല്ലൊരു വീട് ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക്? ബുദ്ധിമുട്ടായപ്പോ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കാക്കാനടുത്ത് മലയ ആജിയരോട് ഈ അവസ്ഥ പറഞ്ഞത്. നിങ്ങളെ അവസ്ഥ പറഞ്ഞപ്പോ കാക്ക ഇത് ഏറ്റെടുത്തു. ഏറ്റെടുത്തതിന് ശേഷം ഇത് ഉണ്ടാക്കി തന്നപ്പോ വളരെയധികം സന്തോഷമായി. എന്തായാലും ഇങ്ങനെ പലരുടെയും കണ്ണീരൊപ്പാനാണ് നമ്മളെ പടച്ചോനെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ അയൽവാസിയുടെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ അയൽവാസി പട്ടിണിയാണോ അവരെ സഹായിക്കണം എന്നാണ് മുത്ത് റസൂൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇവരെ സന്തോഷമായി. അതുകൊല്ലുമ്പോൾ ഞാനും പങ്കാളിയെ ആയതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ ഇനിയും ഇവർക്ക് പല രോഗികളുടെയും പല കുടുംബത്തിൻ്റെയും പലർക്കും അത്താണിയാവാനും അവരെ കണ്ണീരൊപ്പാനും പ്ലാനിങ് ഉണ്ട്. അവർക്ക് പല ചാരിറ്റി പ്രവർത്തനങ്ങളും അവർക്ക് ഇനിയും നടത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇവർ ഈ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് ഇനിയുള്ള കിതുമ ട്രസ്റ്റിന് നിങ്ങൾക്കും പങ്കാളികളാവാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതിൽ കോണ്ടാക്ട് ചെയ്യുക. അവർ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ചെറിയ വലിയ എന്ത് സംഖ്യ ആയാലും അൽഹംദുലില്ലാഹ് നല്ല മനസ്സോടെ സ്വീകരിച്ച് ഞങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തി നിങ്ങളെ സംഖ്യ ഇവർക്ക് കൈമാറുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വരെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ. നമ്മളെ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.